Hi, this is Ranjit from Thrissur. Today is very sunny day and we are going to discuss about our energy bodies. We know that we discussed yesterday about chakras, different chakras, 11 major chakras. Now we are going to discuss about the first layer of energy body. That what we know. എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരം ഒരു ഫിസിക്കൽ ബോഡി കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ കോശങ്ങൾ എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്? സെല്ലുകൾ, ആറ്റംസാണ്. ആറ്റംസ് വിഘടിക്കുമ്പോൾ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ആണ് ഉണ്ടാകുന്നത്. അതും വിഘടിക്കുമ്പോൾ അതും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? പോയിൻ്റ് ഓഫ് ലൈറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ അങ്ങനെ കംപ്രസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫിസിക്കൽ ബോഡി, കോശങ്ങൾ. ഈ ശരീരം വെളിച്ചത്തിൻ്റെ ഒരു കംപ്രഷനാണെന്ന് പറഞ്ഞാൽ നമുക്കത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ? എനർജി പാർട്ടിക്കിൾസ് കംപ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി ഉണ്ടായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ? എല്ലാം തന്മാത്രകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ കോശങ്ങളുണ്ടായി. അപ്പോൾ ഇത് വെളിച്ചം, ഇതിൻ്റെ ബേസ് ഒരു വെളിച്ചം തന്നെയാണ്, എനർജി പാർട്ടിക്കിളാണ്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ചുറ്റും ഒരു പ്രകാശമുണ്ട്. ഈ എനർജിയെ പുറത്തേക്ക് തള്ളി ഈ എനർജിയുടെ വൈബ്രേഷൻ ഒരു വെളിച്ചമായിട്ട് പ്രകാശിച്ചു നിൽക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾ സാധാരണ ഭൗതികമായിട്ടുള്ള ഫിസിക്കൽ റിയാലിറ്റി മാത്രം കാണാനാണ് അതിൻ്റെ ലെൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ശരീരം മാത്രമേ കാണുള്ളൂ. കൈകളും കാലുകളും ശിരസ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ശരീരം പ്രകാശം കൊണ്ട് കൂടിച്ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രകാശം പുറത്തേക്ക് സാധാരണ കാണാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും പരിശീലനം കൊണ്ട് നമുക്ക് ഈ പ്രകാശത്തെ കാണാനായിട്ട് സാധിക്കും. അതിന് ചെറിയൊരു നമ്മുടെ കണ്ണിൻ്റെ ഫോക്കസ് നോർമൽ 3 ഡയമെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളെ കാണാൻ മാത്രമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ ഒരു ചെറിയൊരു മാറ്റം വരുത്തി, അതായത് വലിയ പ്രതിഭാസമൊന്നുമല്ല, വെറുതെ കണ്ണിനെ കുറച്ച് നേരം ആ ദിശയിലേക്ക് തന്നെ നോക്കി നിന്ന് കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ കുറച്ച് പിടിക്കുമ്പോൾ ആ ലെൻസിൻ്റെ ഫോക്കസ് ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ നമുക്ക് ഒരാളുടെ ചുറ്റും പ്രകാശം കാണാം. നമുക്കൊരു വൃക്ഷത്തിൻ്റെയും ഒക്കെ ചുറ്റും ഒരു ഇലയെടുത്ത് നോക്കിയാൽ അതിൻ്റെ ചുറ്റും നമുക്ക് ഈ പ്രകാശം നിൽക്കുന്നത് കാണാം. 1939 കാലഘട്ടങ്ങളിൽ കിർലിയൻ ദമ്പതിമാർ GDP ക്യാമറ കൊണ്ട് ഇങ്ങനെ ജീവജാലങ്ങളുടെ ചുറ്റുമുള്ള പ്രകാശത്തെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മാഡം ബ്ലാവ്സ്കി ആൻഡ് ലീഡ്സ് ബീറ്റർ അവരുടെയൊക്കെ പഠനങ്ങളിൽ നിന്ന് നമ്മുടെ ഊർജ്ജ ശരീരത്തെക്കുറിച്ചും തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഫൗണ്ടേഴ്സായിരുന്ന അവരുടെ ടീച്ചിങ്സിൽ ഒക്കെ ഈ ഫിസിക്കൽ ബോഡിയുടെ പ്രകാശത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഫിസിക്കൽ എനർജി ബോഡി ശക്തിയായിട്ട് നിൽക്കുകയാണെങ്കിൽ, ശക്തമാണെങ്കിൽ, നമ്മുടെ ഫിസിക്കൽ ബോഡി ശക്തമാണെങ്കിൽ നമ്മുടെ എനർജി ബോഡി കൂടുതൽ ബ്രൈറ്റിഷായിട്ട് നിൽക്കും. അതിൻ്റെ ഉള്ളിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള എനർജീസ്, മൈക്രോബ് ജംസ് ഒക്കെ വന്ന ഉള്ളിൽ കയറി കൂടിയാൽ രോഗങ്ങൾ ആദ്യം വരുന്നത് ഈ എനർജി ബോഡിയിലാണ്. ഓറ എന്നാണ് അതിനെ വിളിക്കുക. ഇതിൻ്റെ ഉള്ളിൽ വന്ന് അഴുക്കുകൾ വന്ന് കിടന്നാൽ ഇതിൻ്റെ ആ ഗ്ലാമർ കുറയും, അതിൻ്റെ ആ ബ്രൈറ്റ്നെസ് കുറയും. അപ്പോൾ ഈ കണ്ണുകൾ അതീന്ദ്രിയമായ ദൃഷ്ടി ഓപ്പൺ ചെയ്യാനൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ ഏത് ഭാഗത്തൊക്കെയാണ് ശരീരത്തിന് ഡിപ്ലീറ്റഡ് ആയി കിടക്കുന്നത്, എനർജി ഡിപ്ലീഷൻ എവിടെയാണെന്നുള്ളതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫിസിക്കൽ എനർജി ബോഡി നമ്മുടെ ഫിസിക്കൽ ബോഡിയെ ശരീരത്തിലേക്ക് വരുന്ന പലതരത്തിലുള്ള ഇൻവിസിബിളായിട്ടുള്ള ഡിസീസുകൾ ഉണ്ടാവും. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ലല്ലോ. മൈക്രോബ്സ് ആൻഡ് വൈറസുകൾ പോലുള്ള, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും. ഇത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രകാശത്തിൻ്റെ ഊർജം നമുക്ക് ചുറ്റും ഒരു കോട്ട പോലെ നിൽക്കും.
അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ അത് അനുവദിക്കില്ല. കൂടുതൽ ശക്തിയായിട്ടുള്ളതോ അല്ലെങ്കിൽ ശക്തി കൂടുതലുള്ളതോ ആയിട്ടുള്ള ചിലത് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഈ ഓറയിലേക്ക് കടന്നു വരാം. കടന്നു വന്നാൽ അത് പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് കടന്നു പോകാനായിട്ട് പിന്നെയും അനുവാദം കിട്ടില്ല. അപ്പോഴും അവിടെ വ്യത്യസ്തമായ തലങ്ങളിൽ ചക്രകൾ നിൽക്കുന്നുണ്ട്. ഈ ചക്രകൾ അത് പാസ്സായാലേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിനും ചീത്തയായ ഊർജ്ജത്തെ ഒന്നത് ഉള്ളിലേക്ക് ഈ ശരീരത്തിന് ഈ സിസ്റ്റത്തിന് ഇത് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി അതിനൊക്കെ റിജക്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ക്ലൗഡി ഫോംസിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള ഡിസീസ്ഡ് ആയിട്ടുള്ള എനർജീസ് ഈ ഓറയിൽ തന്നെ ഇത് നിൽക്കുള്ളൂ. അത് ഗ്രാജ്വലി അതിനെ ശരീരത്തിൻ്റെ ശക്തിക്കനുസരിച്ച് നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ശക്തിക്കും ഊർജ്ജ ശരീരത്തിൻ്റെയും ശക്തിക്കനുസരിച്ച് ചീത്തകളെ അത് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയും, പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയും. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ രോഗം വരുന്നതായിട്ടും വന്നതായിട്ടൊക്കെ തോന്നി പിന്നീട് രോഗം തന്നെ മാറുന്നതും കാണാം. നമ്മുടെ ശരീരത്തിന് സ്വയം ചികിത്സിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് തന്നെ ആവശ്യമില്ലാത്തതിൻ്റെ പുറത്തേക്ക് തള്ളിക്കളയും. ഈ ഫിസിക്കൽ ബോഡി എനർജി അതിനെ ഈതർ ഫോമിലാണ് അത് നിൽക്കുക. ഖരദ്രവവാതകം എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈതർ ഫോമിലാണത്. ഈതർ ഫോമിലുള്ള ആ ഊർജാവസ്ഥ അത് ആ രോഗപ്രതിരോധ ശേഷിക്കുള്ള തലത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഭംഗം വരികയാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് രോഗങ്ങളായിട്ട് മാറാനായിട്ട് കാരണമാകുന്നു. എപ്പോഴും നമ്മുടെ ഊർജ്ജ ശരീരം ശുദ്ധമായിരിക്കണം. ഊർജ്ജ ശരീരത്തെ ശുദ്ധമാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല. ഊർജ്ജ ശരീരത്തിന് മാൽ ഫങ്ഷൻ വന്നാൽ അത് നമ്മുടെ ഫിസിക്കൽ ബോഡിക്കും ബാധിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ ബോഡിയുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എനർജി ബോഡിയിലും എടുത്ത് കാണിക്കും. ഈ ഫിസിക്കൽ എനർജി ബോഡി നമ്മുടെ ബേസിക് ചക്രയും സെക്സ് ചക്രയും സ്പ്ലീൻ ചക്രയുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. അടുത്ത ബന്ധമുണ്ട്. ബേസിക് ചക്രയാണ് ഭൂമിയിലുള്ള ഊർജ്ജത്തെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് മുഴുവനായി അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ബേസിക് ചക്ര, ദെൻ സെക്സ് ചക്ര, ഓൾസോ റൂട്ട് ചക്ര. ഭൂമിയിൽ നിന്നുള്ള ഭൗമ പ്രാണനെ സ്വീകരിക്കാനുള്ള കഴിവ് സെക്സ് ചക്രയ്ക്കുണ്ട്. പിന്നെ സ്പ്ലീനാണ് പ്രാണയെ അബ്സോർബ് ചെയ്യുന്നത്. ഭൂമിയിലുള്ള ഈതറിക് ബോഡിയിൽ ഭൂമിക്കുണ്ട് ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് ലെയർ ഓഫ് എനർജി ബോഡീസ്. ഭൂമിയുടെ എനർജി ബോഡി ഈതറിക് ബോഡി എന്ന് പറയുന്നത് ലിതോസ്ഫിയർ എന്നാണ് നമ്മൾ ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ളത്. ആ ലിതോസ്ഫിയറാണ് ഈ കല്ലും കട്ടയും മണ്ണും ചളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാം. ആ ഫിസിക്കൽ എനർജി ബോഡിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ശരീരം പൂർണ്ണമായി ശക്തമായി നിൽക്കണമെങ്കിൽ നമുക്ക് ഭൂമിയുടെ ഒരു അനുഗ്രഹം ആവശ്യമുണ്ട്. ഭൂമിയുടെ എനർജി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ശക്തമായി നിലകൊള്ളണമെങ്കിൽ ഭൂമിയുടെ എനർജി അനിവാര്യമാണ്. അതിന് ഈതറിക് ഫോമിലാണ് കാണാം. ബയോപ്ലാസ്മിക് ബോഡി എന്ന് പറയാം. ജീവനുള്ള വസ്തുക്കളിലേക്ക് വേണ്ട ഊർജാവസ്ഥ ഭൂമി പകർന്നു തരുന്നു. അത് സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും അവരുടെ ജീവിതം നിലനിർത്തുന്നത്. ഭൂമിയിൽ നിന്നുള്ള ഈ ഭൗമ പ്രാണൻ നമുക്ക് ലഭ്യമല്ലെങ്കിൽ ഒന്നിനും ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നാം ശാസ്ത്രീയമായ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ലിത്തോസ്ഫിയറാണിത്. ലിത്തോസ്ഫിയറിന് മുകളിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അവിടെയാണ് ഈ പ്രാണനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പ്രാണ, വായു, വെളിച്ചം, വെള്ളം അങ്ങനെയൊക്കെ നമുക്ക് ലഭ്യമാകുന്ന നീരാവികൾ, ഇതൊക്കെ നമുക്ക് ലഭ്യമാകുന്ന അയോണോസ്ഫിയറിൽ നിന്നാണ്. ഇപ്പോൾ നാം ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ബോഡിയെക്കുറിച്ചും ഫിസിക്കൽ ബോഡിയിലെ അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും ഫിസിക്കൽ എനർജിയെ
ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത് ശരീരം അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് ചക്രകൾ. ഈ ബേസിക് ചക്രയാണ് അതിൽ പരമമായ പ്രധാനം വഹിക്കുന്നത്. ഭൗമപ്രാണനെ സ്വീകരിക്കാനായിട്ട് ഏറ്റവും സൂട്ടബിളായിട്ടുള്ളത് സെക്സ് ചക്ര ആൻഡ് ബേസിക് ചക്രയാണ്. നമ്മുടെ ശരീരം ശക്തമായി നിലകൊള്ളണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പേശികൾ, നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ, നമുക്ക് വേണ്ടി വരുന്ന ബ്ലഡ്, ഇതൊക്കെ നിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് ബേസിക് ചക്ര. സെക്സ് ചക്രയ്ക്കും അതിൻ്റെ ഒരു അതിനോടടുത്ത് തന്നെ ശക്തിയുണ്ട്. മൂലാധാര ചക്രത്തിൻ്റെ അതേപോലെ തന്നെ സ്വാധിഷ്ഠാന ചക്രയ്ക്കും ഭൂമിയിലെ ഊർജത്തെ സ്വാംശീകരിച്ചെടുത്ത് ശരീരത്തിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. അപ്പോൾ ഫിസിക്കൽ ബോഡി, അതിനു ചുറ്റും നിൽക്കുന്ന ബോഡിയെ എനർജി ബോഡി, അല്ലെങ്കിൽ ഈതറിക് ബോഡി, അല്ലെങ്കിൽ ബയോപ്ലാസ്മിക് ബോഡി എന്ന് പറയുന്നു. ശരീരത്തിന് ചുറ്റുമായി അത് ഒരു കവചമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന് എനർജി ഇൻഫർമേഷൻ ഫീൽഡ്, അതായത് ഇൻഫർമേഷൻ തരിക. എനർജി ബോഡിയിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് നമ്മുടെ ശരീരത്തിന് അത് അറിവ് കിട്ടും. അത് നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലെങ്കിൽ ആ ശരീരം അത് പറയും, അതിനെ റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ എനർജി ഇൻഫർമേഷൻ ഫീൽഡ്, അല്ലെങ്കിൽ ഇന്നർ ഓറ, ഉള്ളിലുള്ള ഓറ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പല പേരുകളിൽ അതിനെ വിളിക്കുന്നു. അപ്പോൾ ഇന്നർ എനർജി ഇൻഫർമേഷൻ ഫീൽഡ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. നമ്മുടെ ഫിസിക്കൽ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നത് ആ എനർജിയാണ്. അപ്പോൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അത് സാധാരണ ഒരാൾക്ക് 3 തൊട്ട് 4, 5 ഇഞ്ച് വരെയൊക്കെയാണ് ഉണ്ടാക്കുക. ചിട്ടയായിട്ടുള്ള യോഗിക് സാധനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, വ്യായാമങ്ങൾ, പ്രാണായാമങ്ങൾ, ധ്യാന സമ്പ്രദായങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുമ്പോൾ അവരുടെ ചുറ്റും അത് കൂടുതൽ പ്രകാശപൂരിതമായി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ വളരെ ലെങ്ത് കൂടുതലാണെന്നുള്ള